ലോകം ഒരു മഹാവിപത്തിന്റെ വക്കിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടൊരു ദിവസമായിരുന്നു കടന്നുപോയത്. ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു ഇന്നലെ രാത്രി. ഇന്ന് രാത്രി ഒരു വലിയ സംസ്കാരം തന്നെ ഇല്ലാതാകും. ഇതായിരുന്നു ട്രംപിന്റെ ആ ഭീഷണി. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 7 രാത്രി 8 മണി US ടൈം. ആ സമയം അവസാനിക്കുമ്പോൾ ഇറാന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. വെറും വാക്കായിരുന്നില്ല. B-52 ബോംബറുകളും ആണവ മുങ്ങിക്കപ്പലുകളും പേർഷ്യൻ ഗൾഫിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഡെഡ്ലൈൻ അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കീലായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരു ട്വിസ്റ്റ്. യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന ചില നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ട്രംപ് തന്റെ ആഞ്ഞടിക്കാനുള്ള തീരുമാനം തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ട്രംപ് ഇറാനെ ഇത്രയധികം സമ്മർദ്ദത്തിലാക്കിയത്? ട്രംപ് തന്റെ ഭീഷണിയുടെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരുന്നു. അവസാന നിമിഷം യുദ്ധം ഒഴിവാക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന ആ ഒരു കളി എന്തായിരുന്നു? എന്താണ് ഈ ഒരു 2 ആഴ്ചത്തെ സീസ് ഫയർ? ഇറാൻ മുന്നോട്ട് വെച്ച ആ 10 കൽപ്പനകൾ അഥവാ 10 പോയിന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാം. ഇന്ന് ഏപ്രിൽ 8, 2026 ട്രംപ് ഭരണകൂടവും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെയും മധ്യസ്ഥതയിലാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറക്കുക, എങ്കിൽ മാത്രം ബോംബിംഗ് ഒഴിവാക്കാം. ഇറാൻ അത് തത്വത്തിൽ അംഗീകരിച്ചു. പക്ഷേ വെറുതെയല്ല. അവർ ട്രംപിന്റെ മുന്നിലേക്ക് ഒരു 10 ഇന നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് കേട്ടാൽ ആരുമൊന്ന് അമ്പരക്കും. എന്തൊക്കെയാണ് ഇറാന്റെ ആ ഒരു 10 പോയിന്റ് പ്ലാൻ? ഒന്നാമത്, നോ മോർ അറ്റാക്ക്. ഇനി ഒരിക്കലും ഇറാന്റെ മണ്ണിൽ അമേരിക്കയോ ഇസ്രായേലോ ആക്രമണം നടത്തില്ലെന്ന് ഉറപ്പ് നൽകണം. 2, പെർമനന്റ് എൻഡ് ടു വാർ. ഇതൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമല്ല, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള കരാറാകണം. മൂന്നാമത്തേത്, ഹിസ്ബുള്ളയ്ക്കും ലെബനനും രക്ഷ. ലെബനനിലും ഹിസ്ബുള്ളയ്ക്കും എതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി നിർത്തണം. ഇനി 4മത്തേത്, സാങ്ഷൻസ് പിൻവലിക്കണം. ഇറാനുമേലുള്ള എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും US സാങ്ഷൻസ് നീക്കം ചെയ്യണം. 5മത്തേത്, ഹോർമുസ് കടലിടുക്ക് ടോളാണ്. ഇതാണ് ഏറ്റവും വമ്പൻ പോയിന്റ് ശരിക്കും. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പലും $2 മില്യൺ, ഏകദേശം 16 കോടിയിലധികം രൂപ ട്രാൻസിറ്റ് ഫീ ആയി നൽകണം. ഇനി 6മത്തേത്, ഒമാനുമായി വരുമാനം പങ്കിടൽ. അതായത് ഈ കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം ഒമാന് നൽകും. ഇനി 7മത്തേത്, പുനർനിർമ്മാണമാണ്. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ പണിയാൻ ഈ പണം ഉപയോഗിക്കും. 8മത്തേത്, സുരക്ഷിത പാത. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാൻ ഗ്യാരണ്ടി നൽകും. 9, US സൈന്യം പിൻവാങ്ങണം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കണം. 10മത്തേത്, റീജിയണൽ ഡി എസ്കലേഷൻ. മേഖലയിലെ മൊത്തത്തിലുള്ള സംഘർഷം കുറയ്ക്കാനുള്ള ഒരു വിപുലമായ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഈ നിർദ്ദേശങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇറാൻ കേവലം പ്രതിരോധത്തിലല്ലെന്നും മറിച്ച് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ വിലപേശൽ ശേഷിയാണ് അവർ പ്രയോഗിക്കുന്നതെന്നും വ്യക്തമാകും. ഏതായാലും ട്രംപ് പറഞ്ഞത് ഈ നിർദ്ദേശങ്ങൾ അത്ര പോരാ എന്ന് തന്നെയാണ്. എങ്കിലും ചർച്ചയ്ക്ക് ഇതൊരു നല്ല തുടക്കമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ 8 മണിയുടെ ബോംബിംഗ് പ്ലാൻ തൽക്കാലം മാറ്റിവെച്ചത്. ട്രംപിന്റെ നയതന്ത്ര ശൈലിയും ഇറാന്റെ സൈനിക തയ്യാറെടുപ്പുകളും തമ്മിലുള്ള ഈ ഒരു ഉരസൽ ലോക സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആവശ്യപ്പെട്ട ഈ വമ്പൻ തുക ലോകത്തെ വൻകിട എണ്ണ കമ്പനികളും വികസിത രാജ്യങ്ങളും അംഗീകരിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം. പെട്രോൾ വിലയിൽ വൻ വർധനവിനും അതുപോലെ ആഗോള വിപണിയിൽ ചരക്ക് നീക്കം തടസ്സപ്പെടാനും ഇത് കാരണമായേക്കാം. എങ്കിലും ട്രംപ് ഭരണകൂടം ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചത് തന്നെ ഇറാന്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇനി ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും 14 കോടി ജനങ്ങൾ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ സന്നദ്ധരാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ നൽകിയ മുന്നറിയിപ്പ് തള്ളിക്കളയാനാവില്ല. രാജ്യത്തെ പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ചുറ്റും മനുഷ്യ ശൃംഖല തീർത്ത് പ്രതിരോധിക്കാൻ ഇറാനിലെ യുവത തയ്യാറായതും അമേരിക്കയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യമാണത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്നത് ഈ ചെറിയ കടൽപാതയിലൂടെയാണ്. ഇറാൻ ഇത് ബ്ലോക്ക് ചെയ്താൽ ലോകത്ത് പെട്രോൾ വില എവിടെ എത്തും എന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു പിടിവള്ളിയിലാണ് ഇറാൻ ഇപ്പോൾ കളിക്കുന്നത്. ഓരോ കപ്പലിനും $2 മില്യൺ എന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ യുദ്ധം ഒഴിവാക്കാൻ വൻകിട രാജ്യങ്ങൾ ഒരുപക്ഷെ ഇതിന് സമ്മതിച്ചേക്കാം. പക്ഷെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആണെന്ന് വിചാരിക്കരുത്.
വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ ഇപ്പോഴും ഇറാന്റെ ചില ഭാഗങ്ങളിൽ അറ്റാക്ക് തുടരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ തിരിച്ചും മിസൈലുകൾ തൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ചത്തെ സമാധാനം എത്രത്തോളം നിലനിൽക്കുമെന്നതും കണ്ടറിയണം. ഏപ്രിൽ 10-ന് ഇസ്ലാമാബാദിൽ വെച്ച് നിർണായകമായ ചർച്ചകൾ നടക്കാൻ പോവുകയാണ്. ട്രംപ് പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സമാധാനം അല്ലെങ്കിൽ പൂർണ്ണമായ നാശം. ഇതിലേതാകും ലോകത്തെ കാത്തിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നിബന്ധനകളൊക്കെ അംഗീകരിക്കുക എന്നത് അത്യന്തം പ്രയാസകരമാണ്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളക്കെതിരായ നീക്കങ്ങൾ നിർത്തണമെന്ന ആവശ്യം ഇസ്രായേൽ പ്രതിരോധത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. എന്നാൽ അമേരിക്കയിലെ തന്നെ ഒരു വിഭാഗം ഭരണാധികാരികളും വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലെയുള്ളവരും ചർച്ചയിലൂടെയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ആഗോള ശക്തികളുടെ ഇടപെടലുകളും ഈ ഘട്ടത്തിൽ നിർണായകമാകും. ട്രംപ് ഭരണകൂടം ഇറാന്റെ 10 കൽപ്പനകളെ എങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനമെന്ന് പറയണം. ശരിക്കും ഈ ഒരു മിഡ് നൈറ്റ് ഡ്രാമ അവസാനിച്ചുവെന്ന് കരുതുന്നത് വിഡ്ഢിത്തരമായിരിക്കും. കാരണം വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടല്ല ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത് എന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. എങ്കിലും ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കാൻ അവർ സമ്മതിച്ചത് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലോകവിപണിയിൽ എണ്ണവില കുത്തനെ കുറഞ്ഞു. എങ്കിലും ഇസ്രായേൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാന് വീണ്ടും ശക്തിപ്പെടാൻ ഈ ഒരു സമയം ഉപകരിക്കാമെന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ പേര്. ഇന്ന് രാവിലെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നും അമേരിക്കൻ കപ്പലുകൾ അല്പം ദൂരേക്ക് മാറിയിട്ടുണ്ട്. എങ്കിലും സംഘർഷാവസ്ഥ പൂർണ്ണമായും മാറിയിട്ടില്ല. ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഏപ്രിൽ 22-ന് വീണ്ടും യുദ്ധഭീഷണി ഉയരാൻ സാധ്യതയുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് ഡ്രാമയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ച് അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുകയാണ്. ഇറാന്റെ ഈ 10 കണ്ടീഷൻസ് അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കുമോ? ഹോർമുസ് കടലിടുക്കിലെ ആ $1 മില്യൺ ടോൾ നടപ്പിലാകുമോ? വരും ദിവസങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സമാധാനത്തിനും നിർണായകമാണ്. എന്തായാലും ഇന്നത്തെ രാത്രി ലോകം സമാധാനത്തോടെ ഉറങ്ങും. പക്ഷേ ഇത് സമാധാനത്തിന്റെ ഈ ഒരു 2 ആഴ്ചക്കാലം ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് കാലം തെളിയിക്കും. ഈ നയതന്ത്ര യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. പശ്ചിമേഷ്യയിലെ ചലനങ്ങൾ വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല. അത് ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന ഒന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.